സംസ്ഥാനത്ത് ആശങ്കയായി ഷിഗല്ല ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ വരുന്നു എന്നുള്ളത് എല്ലാ തവണത്തെയും പോലെ ഒരു മഴക്കാലത്ത് ഇത്തവണയും ആശങ്കയാവുകയാണ്. ഈ മാസം ഇതുവരെ 18 പേർക്കാണ് ഷിഗല്ല ബാധ സ്ഥിരീകരിച്ചത്. 10,000 കടന്ന് പ്രതിദിന പനിബാധിതർ. ഡെങ്കിപ്പനി കേസുകളും വർദ്ധിക്കുന്നു. പകർച്ചവ്യാധി വ്യാപനം തടയാൻ വേണ്ടി ആരോഗ്യവകുപ്പ് ഊർജിതമായ നടപടികൾ നടപ്പിലാക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മഴക്കാലമാണ്. പെട്ടെന്നുണ്ടായ കാലാവസ്ഥാ വ്യതിയാനം പകർച്ചവ്യാധി വ്യാപനത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. പകർച്ചപ്പനി, ഡെങ്കിപ്പനി കൂടാതെ ആശങ്കയായി ഷിഗല്ലയും. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളിലായി സംസ്ഥാനത്ത് ഇന്നലെ ഷിഗല്ല സ്ഥിരീകരിച്ചത് 8 പേർക്ക്. ഈ മാസം ഷിഗല്ല സ്ഥിരീകരിച്ചത് 18 പേർക്ക്. ഈ വർഷം ഇതുവരെ ഷിഗല്ല സ്ഥിരീകരിച്ചത് 93 പേർക്ക്. 6 മാസത്തിനുള്ളിൽ ഷിഗല്ല മൂലം 2 മരണവുമുണ്ടായി. വയനാട്ടിൽ കുട്ടികൾ ഉൾപ്പെടെ 400ഓളം പേരാണ് ഷിഗല്ല നിരീക്ഷണത്തിലുള്ളത്. തീവ്ര സംക്രമണ ശേഷിയുള്ള ബാക്ടീരിയയാണ് ഷിഗല്ല. കുടലിനെയാണ് ഷിഗല്ല ബാധിക്കുന്നത്. വയറുവേദന, വയറിളക്കം, പനി, ക്ഷീണം, രക്തം കലർന്ന മലം എന്നിവയാണ് ലക്ഷണങ്ങൾ. എന്നാൽ എല്ലാ രോഗികൾക്കും രോഗലക്ഷണങ്ങൾ കാണണമെന്നില്ല. മലിനജലത്തിലൂടെയും കേടായ ഭക്ഷണത്തിലൂടെയുമാണ് രോഗം പടരുന്നത്. ആഹാരം പാകം ചെയ്യുന്നവരിൽ നിന്നും രോഗം പടരാൻ സാധ്യതയുണ്ട്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ രോഗലക്ഷണങ്ങളുണ്ടായാൽ നിർബന്ധമായി ചികിത്സ തേടണം. കൈകളുടെ ശുചിത്വമാണ് ഷിഗല്ല പ്രതിരോധത്തിൽ ജീവൻ രക്ഷിക്കാൻ ഉതകുന്ന ഏറ്റവും ലളിതവും എന്നാൽ ഏറ്റവും നിർണായകവുമായ ഘടകം. ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷവും ഭക്ഷണം കഴിക്കുന്നതിനും പാകം ചെയ്യുന്നതിനും മുൻപും കൈകൾ സോപ്പും ശുദ്ധജലവും ഉപയോഗിച്ച് കുറഞ്ഞത് 20 സെക്കൻഡെങ്കിലും നന്നായി ഉരച്ചു കഴുകണം. കുട്ടികളെ ഇത് നിർബന്ധമായി ശീലിപ്പിക്കണം. വ്യക്തിശുചിത്വം പാലിക്കാതെ ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുന്നത് രോഗവ്യാപനത്തിന് കാരണമാകും. പാത്രം കഴുകാനും പച്ചക്കറി കഴുകാനും ഒക്കെ എടുക്കുന്ന ജലം മലിനമാണെങ്കിൽ അതുവഴിയും രോഗവ്യാപനം ഉണ്ടാകാം. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാവൂ. നിർജ്ജലീകരണം ഉണ്ടാകാതെ തടയണം. ഉപ്പിട്ട കഞ്ഞിവെള്ളം, ORS പോലുള്ള പാനീയങ്ങൾ ധാരാളം കുടിക്കാം. കിണറുകളും മറ്റു കുടിവെള്ള സ്രോതസ്സുകളും കൃത്യമായ ഇടവേളകളിൽ ബ്ലീച്ചിംഗ് പൗഡർ ഉപയോഗിച്ച് ശാസ്ത്രീയമായി ക്ലോറിനേറ്റ് ചെയ്യണം. മഴക്കാലത്ത് കിണറുകളിലേക്ക് മലിനജലം ഒഴുകിയിറങ്ങുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഈ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ഈ ഷിഗല്ല രോഗബാധയുടെ ഗുരുതരാവസ്ഥയിലോട്ട് പോകാനും ചുരുക്കം മരണം സംഭവിക്കാനും ഒക്കെ സാധ്യതയുള്ളത്. മുതിർന്നവർക്ക് രോഗബാധ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ലക്ഷണങ്ങളില്ലാതെയും വരാം. പക്ഷെ അവർ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അവർ കൃത്യമായിട്ട് കൈ കഴുകാതെയും ഒക്കെ ആഹാരം പാകം ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് രോഗബാധ അവരിലൂടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് അതിതീവ്രമായി ഇത് വ്യാപിക്കാൻ സാധ്യതയുണ്ട്. കാര്യം ഇത് ഈ ബാക്ടീരിയ ഒരു 10 ബാക്ടീരിയ ആണെങ്കിൽ പോലും ഇത് നമ്മുടെ വെള്ളം വഴിയോ ആഹാരം വഴിയോ നമ്മുടെ ശരീരത്തിൽ എത്തിയാൽ ഇത് രോഗബാധ ഉണ്ടാക്കാം. മറ്റ് രോഗാണുക്കളൊക്കെ അത്രയും ചെറിയ അളവിൽ നമ്മുടെ ശരീരത്തിൽ കയറിയാൽ രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ അതേസമയം ഷിഗല്ല വളരെ ചെറിയ അളവിൽ പോലും നമ്മുടെ ശരീരത്തിൽ ആ ഒരു ബാക്ടീരിയയുടെ ശരീരത്തിൽ കയറുകയാണെങ്കിൽ രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സംസ്ഥാനത്ത് പനി ബാധിച്ച് ഇന്നലെ ചികിത്സ തേടിയത് 10,853 പേർ. മലപ്പുറത്താണ് പനിബാധിതർ കൂടുതൽ. 2,117 പേർ ചികിത്സ തേടി. ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണവും കൂടുകയാണ്. 11 പേർക്ക് ഇന്നലെ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. ഡെങ്കിപ്പനി മൂലം ഇന്നലെ 1 മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 15 പേർ ഡെങ്കിപ്പനി മൂലം ഈ വർഷം മരിച്ചു. ഡെങ്കിപ്പനി പരത്തുന്ന ഏഡിസ് കൊതുകുകൾ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിലോ ഉള്ള വെള്ളം കെട്ടി നിൽക്കുന്നതിൽ നിന്നാണ് അത് മുട്ടയിട്ട് പെരുകി ഉണ്ടാകുന്നത്. അത് ഒരുപാട് ദൂരത്തുനിന്ന് പറന്ന് വന്ന് കടിക്കുന്ന ഒരു കൊതുകല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിനുള്ളിലോ അല്ലെങ്കിൽ വീടിൻ്റെ തൊട്ട് ചുറ്റുപാടിലോ ഉള്ള ഒരു ഉറവിട നശീകരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു മഴക്കാലത്ത് ഡെങ്കി തടയാൻ വേണ്ടി. 109 പേർക്ക് ഇന്നലെ ചിക്കൻ പോക്സ് സ്ഥിരീകരിച്ചു. കൊല്ലത്തും പത്തനംതിട്ടയിലുമായി ഇന്നലെ 2 പേർക്ക് മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 6 മാസത്തിനിടെ 132 പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുകയും 32 പേർ ഇതുമൂലം മരിക്കുകയും ചെയ്തു. കാലാവസ്ഥയിലെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ കാരണം H1N1, ഡെങ്കിപ്പനി, എലിപ്പനി, ചിക്കൻ ഗുനിയ, മഞ്ഞപ്പിത്തം തുടങ്ങിയ പകർച്ചവ്യാധികൾ 2017 സമാനമായി വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ വിലയിരുത്തൽ. ദുരന്ത സാഹചര്യങ്ങളിലേതുപോലെ വിവിധ വകുപ്പുകൾ ചേർന്ന് പ്രവർത്തിച്ച് സർക്കാർ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കണം. ആരോഗ്യ വകുപ്പിനെ വെന്റിലേറ്ററിലാക്കരുത്. തിരുവനന്തപുരത്ത് നിന്നും അലക്സ് റാം മുഹമ്മദ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.